ആലപ്പുഴ കരുമാടിയിൽ 1-2 വട്ടം പോയി മത്സ്യബന്ധനം നടത്തിയതിൻ്റെ രസം അറിഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് 2 കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഞാൻ ആലപ്പുഴ കരുമാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. അന്നത്തെ പോലെ തന്നെ ഇന്നും മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി. കരുമാടി തന്നെയാണ് കേട്ടോ. നല്ല ഹോട്ടലൊക്കെ കയറിയതാണ്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ കയറുന്നുണ്ട്. അപ്പോൾ അതേ നല്ല ഗംഭീര മഞ്ഞക്കൂരി വലുത് കാരണം വെച്ചത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ മീനിൻ്റെ മുട്ടയും കൊണ്ട് വെച്ചു. 2 ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അതിനിടയിൽ ഒരു കരിമീനും വന്നു. ഇച്ചിരി വില കൂടുതലാണ് കരിമീൻ, 200 വാങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. മീനിൻ്റെ ചാറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോറ് കുഴച്ചുരുട്ടി അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, വാക്കുകളില്ല. അത്രയും രസകരമായ രീതിയിൽ നമ്മുടെ വായിക്കും നമ്മുടെ മനസ്സിനും സന്തോഷം തരുന്ന നല്ല ഫുഡായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യ. ഹോട്ടലിൻ്റെ പേര് തിരക്ക് കാരണം എനിക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തി. അങ്ങനെ ചേട്ടന്മാരെ കണ്ടു. അവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പതിയെ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ട് വെയിൽ കൊള്ളാത്ത രീതിയിൽ ഓരോ പരിപാടി നോക്കി ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അവരങ്ങനെ തോട്ടിലിറങ്ങി വലയൊക്കെ വിരിച്ചു. അത് ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. മീൻ പിടിച്ച് അവർ കളത്തിനുള്ളിലേക്ക് ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മാത്രമല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ആ അടുത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോയി മീൻ പിടിക്കുകയൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലൊക്കെയാണ് കൂടിയിട്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യം മീൻ കിട്ടി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ പോയി അത് വറുത്ത് കഴിക്കണം. അതിനിടയിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടയിൽ ഞങ്ങൾ പൊക്കി നോക്കി മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് വലിച്ച് കയറ്റി മീൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പതിയെ ഇതൊക്കെ വച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം തേടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പുഴയുടെ തീരത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് വഞ്ചിയിൽ ആദ്യത്തെ യാത്രയായിരുന്നു. ഞാനാണ് കാർ എടുത്തുകൊണ്ട് അപ്പുറത്തോടെ വരുന്നുണ്ട്. കുട്ടനാടൻ തോടിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ വളരെ രസകരമാണ്. വലിയ കാര്യമായിട്ടും പേടിക്കാനൊന്നുമില്ല ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. കാരണം പറഞ്ഞാൽ ഈ തോടുകളിലൊക്കെ വളരെ ആഴം കുറവുള്ളതാണ്. കണ്ടില്ല, കലം നിറച്ച് നല്ല വരാല് കിടക്കുന്നുണ്ട്, നല്ല മുഴുത്ത വരാല്. എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം വിശപ്പൊക്കെ മാറ്റാൻ. ഗ്യാസ് ഊറ്റി എടുത്ത് ചുമക്കൽ ഇച്ചിരി എളുപ്പമായിരുന്നില്ല. അപ്പോൾ അത് അത്ര ദൂരം നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ ചെറിയ പണിയല്ലല്ലോ. അങ്ങനെ കാലമൊക്കെ കഴിയും. ഇതിനിടയിൽ ഞങ്ങൾക്ക് 2-3 കാടേനെ കിട്ടിയിട്ടോ. കാടേനെ വാങ്ങിച്ചതാണ്. അത് ഞങ്ങളങ്ങനെ നന്നാക്കി വൃത്തിയാക്കി അങ്ങനെ അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ മസാലയൊക്കെ പുരട്ടി വെക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് കിട്ടിയ മീനുകളിലെ ഒരെണ്ണത്തിനെ എടുത്തിട്ട് ഞങ്ങൾ നന്നാക്കാനുള്ള പരിപാടിയാണ്. നല്ലൊരു ഗംഭീര വരാലാണ് കേട്ടോ. ഏകദേശം 1 കിലോ മേളിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർ കൂടി ഒരൊറ്റ വരാലും മതി. ഞങ്ങൾക്കത് ആവശ്യത്തിന് കഴിക്കാനുള്ളതുണ്ട്. നമുക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരെണ്ണം മതി. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3-4 പേർക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിയേ, വരാലിൻ്റെ ചെതമ്പലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരാൾ കാടക്കോഴിക്ക് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ പുറകെ മീൻ നന്നാക്കുന്നുണ്ട്. കണ്ടോ, ശ്രദ്ധിച്ച് കണ്ടോ, നല്ല മുഴുത്ത മീനല്ലേ. പുറകെ നോക്കിയാൽ പോലും നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാനതിൻ്റെ പണ്ടൊക്കെ പൊട്ടിക്കാനുള്ളൊരു പരിപാടിയാണ്. മീൻ നന്നാക്കുന്ന സ്ഥലത്തേക്ക് ഈ മസാലയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അത്ര ഗംഭീരം മസാലയാണ്. ഇതിനിടയ്ക്ക് ഞാൻ മീൻ കട്ട് ചെയ്യുകയാണ്. വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് ചെറുതാക്കാനുള്ള അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്കിനി അത് 4 പേർക്കും കൂടി പാകത്തിന് റെഡിയാക്കി എടുക്കും. അങ്ങനെ ഉപ്പും നാരങ്ങ നീരെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ഉളുമ്പ് കളയാനുള്ള പരിപാടിയിലാണ്. ഈ വരാനെ സംബന്ധിച്ചോളം നല്ല ഉളുമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉളുമ്പ് പോയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടൂ. അവർ മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് കഞ്ഞിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയ വെള്ളമല്ലേ, അതിനകത്ത് പോലും റിസ്ക് ഒന്നുമില്ല. പക്ഷേ എങ്കിൽ ഈ സമയം ആയതുകൊണ്ട് കഴിക്കാൻ വേണം, വൈകിട്ട് അല്ലെങ്കിൽ പണിയാവും. അങ്ങനെ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ. കാരണം പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ നാട്ടിൽ തണ്ടാടി എന്ന് പറയും, വല വട്ടം ഇടുക എന്നുള്ളതാണ്. ഇതിനിടയിൽ ഞാൻ മീനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയുള്ളി മറ്റു സാധനങ്ങളൊക്കെ ഞാൻ കുരുകുരാന്നൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുരുകുരാന്നൊന്നും പറയാൻ പറ്റില്ല, കിട്ടുന്ന രീതിയിൽ അങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം പെട്ടെന്ന് അങ്ങനെ പോവുകയാണ് കേട്ടോ. എൻ്റെ പുറകിൽ അവർ വല കുറുകനെ ഇടുന്നതാണ്ടോ. ഇനി അതിനകത്ത് മീൻ കയറണം. അതാണ് വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിപ്പ്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഗ്ലാസ്സിന് അങ്ങോട്ട് ചതച്ചിടിക്കുകയാണ്. അതല്ലാതെ തരമില്ല, വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അങ്ങനെ തീയൊക്കെ പതിയെ കത്തിച്ച് മീൻ ആദ്യം വെക്കാനുള്ള പരിപാടിയിലേക്കാണ്. രോമം കരിഞ്ഞ വേണ രോമം കരി. അങ്ങനെ മുളക് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് പതിയെ മീൻ വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് ഞാൻ കയറി. കണ്ടില്ലേ, ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് കയ്യിലിരിക്കുന്ന കത്രികയാണ് ആകെയുള്ളൊരു ആയുധം. അങ്ങനെ ആയുധം എടുത്തിട്ട് അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനിടയിൽ മീനിൻ്റെ മസാല സെറ്റ് ചെയ്തിട്ട് മീൻ അതിലേക്ക് ഇട്ടു. അങ്ങനെ മീൻ പതിയെ സെറ്റായി വരുമ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കാനുള്ളൊരു പരിപാടിയാണ്. ഉപ്പൊക്കെ പാകത്തിന് പിടിച്ചില്ലെങ്കിൽ വലിയ കഷ്ടമാണല്ലോ. അപ്പോൾ ഉപ്പ് കൃത്യമായില്ലെങ്കിൽ പണി വാളും. അങ്ങനെ വല വട്ടം വരിച്ചതിന് ശേഷം വന്നതേ
വീശുവലയ്ക്കുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വീശിന് ഞങ്ങൾക്ക് 2-3 മീൻ കിട്ടി. നല്ല കൂരിയാണ്. ഇതിനിടയിൽ അരി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏത് അരിയാണ് മേടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം വേവ് കൃത്യമായില്ലെങ്കിൽ കഞ്ഞൂടി ഒന്നും വേഗം നടക്കില്ല. അങ്ങനെ മീൻ വെപ്പൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വീശുവല പരിപാടി സ്റ്റാർട്ടായി. അങ്ങനെ തന്നെ കുട്ടനാട് കായലിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഞങ്ങൾ പെരുമ്പാവൂരുകാരുടെ വല അങ്ങനെ വിരിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ മീനും കിട്ടി. ഇതാ കണ്ടില്ല, ഓരോ വീശിനും 1, 2, 3 മീനൊക്കെ വെച്ച് കിട്ടി തുടങ്ങി. ഇതിനിടയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നുണ്ട്. വീഡിയോ ഒന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, രസകരമായിട്ട് പരിപാടികൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ മീൻ പിടുത്തത്തിൽ പുലി എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതേ കഞ്ഞി തിളയ്ക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരുപാട് സമയമായി. കാരണം പറഞ്ഞാൽ അരി ഇട്ടതിന് ശേഷം 1.5-2 മണിക്കൂർ സമയമാവുന്നു. ഇത് വെന്തിട്ട് വേണം ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ. അങ്ങനെ മീൻകറി ഞങ്ങളുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി ഈ കാട മസാല പുരട്ടി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് ഇടണം. അപ്പോൾ അതേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉള്ളൂ, ഉള്ള വെളിച്ചെണ്ണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഓരോന്ന് എടുത്തിട്ട് ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ വെച്ചിട്ട് അത് പതിയെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് മനോഹരമായ രീതിയിൽ നല്ല സ്മെല്ല് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഗംഭീര മസാലയാണ്, അതുകൊണ്ടാണ് അവിടെ അത്രയും നല്ല മണം കിട്ടുന്നത്. അങ്ങനെ കാട നല്ല വേവായി, ഏകദേശം നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പതിയെ ഓരോന്ന് ഞങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. അരിക്ക് ഞങ്ങളോട് എന്തോ വലിയ വാശിയുള്ളത് പോലായിരുന്നു. വേവാൻ ഭയങ്കര താമസം, എന്ത് ചെയ്ത് വേവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത്. അപ്പോൾ പതിയെ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ വിശന്ന് കുടല് കരിഞ്ഞ് സ്മെല്ല് പുറത്ത് വന്നു തുടങ്ങി. അങ്ങനെയെല്ലാം ഞങ്ങളിത് ഇലയിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കണം. എല്ലാവരും ആർത്തി പിടിച്ചിരിക്കുകയാണ്. വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല, അപ്പുറമാണെന്ന് അറിയാലോ. അങ്ങനെ ആദ്യത്തെ പീസ് എടുത്ത് മസാല പുരട്ടിയ ആൾ തന്നെ കഴിച്ച് നോക്കി. പുള്ളി പറയുന്നു ഗംഭീരം, എല്ലാവരും പറയുന്നു ഗംഭീരം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ഏരിയ മൊത്തം അതിൻ്റെ സ്മെല്ലായിരുന്നു. നല്ല മണം, നല്ല മസാല ആയാലുള്ള ഗുണമാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് എന്റെ പുള്ളി എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് കഴിക്കണേ. വീട്ടിലങ്ങനെ എനിക്കറിയാതെ. അപ്പൊ ചേട്ടാ ഒന്ന് മാറ്റി കാലത്തിൽ നിറച്ചുണ്ടാവും ആ സാധനം അടുത്തെടുത്തോ. മീൻ അല്ല ഇതുണ്ട്. ചീഞ്ചട്ടിൽ എടുത്തതിന്റെ ഉദ്ദേശം എന്നാന്ന് മനസ്സിലായില്ലേ? കറി വിളമ്പി തരേ കാണിക്കാമോ? പോലെ എന്തോ ഞാൻ ചേട്ടാ അങ്ങോട്ട് ഒട്ടടി. കാടക്കാല് കഴിക്കാം. അടിപൊളിയാണ്. എൻ്റെ പ്രിപ്പറേഷൻ രാജേഷ് ചേട്ടാണ്. പല വീസിന് ആൾ സൂപ്പർ മസാലയുണ്ട്. അടിപൊളിയാണ്. ഒന്നും മുണ്ടണില്ല രാജേട്ടേ, ഒന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടാക്കി കഷ്ണം എടുത്ത് കഷ്ണം ഇനിയും ഇതൊന്നും കുത്താൻ പാടില്ല. വീട്ടിൽ പറഞ്ഞ ഞാനുണ്ട് കൊടക്കോഴി സൂപ്പർ. ഒന്നും പറയാനില്ല. മീൻകറി പൊളി സാധനം. കാടയിൽ സൂപ്പർ, മീൻകറി സൂപ്പർ.